ജാമ്യയിലേക്ക് പോകാനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കി അവർ മൊമന്റോ വാങ്ങി. അവരുടെ പ്രിയപ്പെട്ട ഉപ്പ മരണപ്പെട്ടവരാണെങ്കിൽ ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ, ജീവിച്ചിരിക്കുന്നവരാണെങ്കിൽ അശ്രുഗണങ്ങൾ പൊഴിച്ച് തൻ്റെ പ്രിയപ്പെട്ട മക്കൾ പാണക്കാട് പൂമുല്ലയുടെ അരികത്ത് നിന്ന് ഇൽമിന്റെ തണല് പറ്റുന്നത് കണ്ട് കണ്ണുനീർ തൂകിയിട്ടുണ്ടാകും ഉറപ്പ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് അനുഭവമുള്ളത് കൊണ്ട് പറയാണ്. മരണപ്പെട്ടവരാണെങ്കിലോ അവരുടെ ഖബറിന്റെ ഉള്ളറയിൽ നിന്ന് സന്തോഷത്തിന്റെ പൂത്തിരികൾ കത്തുന്ന ദിനമാണ്. ഒരു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചൊല്ലിയ പൊന്നുമോന്റെ ഉപ്പയുടെ ഖബറിന്റെ ശിക്ഷ മാറ്റിക്കൊടുത്ത പടച്ച റബ്ബ് ലക്ഷക്കണക്കിന് ബിസ്മികൾ ചൊല്ലി കോടിക്കണക്കിന് ബിസ്മിയിൽ ഒളിഞ്ഞിരിക്കുന്ന ഇൽമുകളെ മുഴുവനും ഹൃദയത്തിലേക്ക് ഏറ്റെടുത്തു വെച്ച ഈ മക്കളുടെ മാതാപിതാക്കൾ ഖബറിലുണ്ടെങ്കിൽ അവരെ ശിക്ഷിക്കുമോ? കാരുണ്യവാനായ റബ്ബ് അല്ലാഹു ആ മാതാപിതാക്കൾക്ക് വലിയ പദവി കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മകനെ, എന്റെ വില എത്രയാകുമായിരുന്നു. തിരിച്ചുപോയി അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കിലേക്ക് സന്തോഷത്തോടെ മോനെ കൊണ്ടുപോയി. യാ റസൂലല്ലാഹ്, എന്റെ മകൻ എഴുന്നേക്കാത്തതാണ് നബിയെ. അവനതിന്റെ ഉത്തരം അറിയാമായിരുന്നു. അള്ളാന്റെ റസൂൽ അരികിലേക്ക് വിളിച്ചിട്ട് ചോദിച്ചു, മോനെ എന്താണ്? മോൻ ആ സമയത്ത് എഴുന്നേറ്റ് ആൻസർ പറയാത്തതെന്ന് ചോദിച്ചപ്പോ ആ കുഞ്ഞിന്റെ മറുപടി കേട്ട് അള്ളാന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെയേറെ സന്തോഷവാനായി. എന്തായിരുന്നു കാരണം? ആ കുഞ്ഞു പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, ആ മറുപടി എനിക്കറിയാമായിരുന്നു നബിയേ. ആ സദസ്സിൽ ഞാൻ എഴുന്നേറ്റ് നിന്നിരുന്നെങ്കിൽ അവിടെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉണ്ടല്ലോ നബിയേ. എന്റെ പ്രിയപ്പെട്ട ഉപ്പയായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉണ്ടല്ലോ നബിയേ. അറിവിന്റെ ആഴക്കടലിലേക്ക് അങ്ങയുടെ അരികത്തിരുന്നു കൊണ്ട് ഉന്നത പദവിയിലേക്ക് പറന്നുപോയ മഹാരഥന്മാരായ സ്വഹാബത്തൊക്കെ ഇരിക്കുമ്പോ പാപിയായ സാധുവായ ഒരു കുഞ്ഞുകുട്ടിയായ ഞാൻ എഴുന്നേറ്റ് നിൽക്കുന്നത് അദബുകേടാണെന്ന് പഠിച്ചതുകൊണ്ടാണ് ഞാൻ എഴുന്നേൽക്കാത്തത് നബിയേ. ഇന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ പറയുമ്പോ അള്ളാന്റെ റസൂൽ തന്റെ കൈ കൊണ്ട് ചേർത്ത് പിടിച്ചിട്ട് പറയുകയാണ്, ഉമറേ, ഇത് ഇൽമ മാത്രമല്ല ഉമറേ, ഈ പൊന്നുമോന് അല്ലാഹു കൊടുത്തിരിക്കുന്നത് ഇൽമ കൊണ്ട് ഒരു മനുഷ്യന് ലഭിക്കുന്ന അദബ് കൂടിയാണ് എന്ന് അള്ളാന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സമസ്തയുടെ സ്ഥാപനത്തിൽ മഹാ